കക്കാട് കുഞ്ഞിപ്പള്ളിയിൽ മണിക്കോത്ത് വിൽഡേഴ്സ് ചെയ്ത ഒരു ഇന്റീരിയർ വർക്കിന്റെ വീഡിയോയിലാണ്. അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുപോകാം. അപ്പോൾ ഈ വീട്ടിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സിമെന്റ് ടെക്സ്ചറാണ് ഇതിന്റെ വാള് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ ഇതിൽ ചെയ്തെടുത്ത ഒരു ടി വി യൂണിറ്റ് ആയത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു വുഡൻ പാനലിംഗ് കാണുന്ന ഷീറ്റെല്ലാം ഫുള്ള് അലൂമിനിയം ഫാബ്രിക്കേഷൻ ഇതിൽ ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ ഇതിന്റെ ബാക്ക് സൈഡ് ടി വിന്റെ നമ്മൾ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഷീറ്റ്, മാർബിൾ ഫിനിഷ് കാണുന്ന ഈ ഒരു ഷീറ്റും എല്ലാം ഫാബ്രിക്കേഷന്റെ രീതിയിൽ നമ്മൾ ചെയ്തെടുത്ത ഐറ്റംസ് ആണ്. ഈ ഒരു ഷീറ്റും നമ്മുടെ ഫാബ്രിക്കേഷൻ ഇതിൽ വരുന്നതാണ്. അപ്പോൾ ഇത് നമ്മളൊരു 5 ഷീറ്റ് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഒരു ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മാക്സിമം 8-9 ഇഞ്ച് ആ ഒരു ലെവൽ വരുന്നത്. അപ്പോൾ അങ്ങനെ 5 ഷീറ്റ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഈ സീലിംഗ് നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ജിപ്സം സീലിംഗിൽ പ്രൊഫൈലിന്റെ ലൈറ്റ്സ് ആണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൽ ലൈറ്റ് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-in-1 ലൈറ്റ് ആണ്. അത് 3 കളറായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ വുഡൻ ഫിനിഷ് നൽകിയിരിക്കുന്നതിൻ്റെ 2 സൈഡിൽ സിലിണ്ടർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വുഡൻ ഫിനിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൈക്കയോ അല്ലെങ്കിൽ മറ്റു ഷീറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് നമ്മൾ ഹാൻഡിൽ നമ്മൾ എന്താ പറയുക, ആൾക്കാരെ കൊണ്ട് ടെക്സ്ചർ ചെയ്യുന്ന രീതിയിൽ മരത്തിൻ്റെ സ്റ്റൈല് നമ്മൾ വരഞ്ഞെടുത്തതാണ് ഈ കാണുന്നത്. അതിൻ്റെ പുറമെ നമ്മൾ സ്ലീക്ക് കൊടുത്തിട്ട് അതിൻ്റെ ഒരു വുഡൻ ഫിനിഷ്, ഒരു മാറ്റ് ഫിനിഷിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തതാണ്. അതുപോലെ പൂജ യൂണിറ്റാണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്നത്. പൂജ യൂണിറ്റും കാര്യങ്ങളും എല്ലാം ഈ ഫാബ്രിക്കേഷൻ്റെ രീതിയിൽ ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ഡ്രോയേഴ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഒരു ഓപ്പണിംഗ് സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കിച്ചൺ അതുപോലെ തന്നെ ഇതും നമ്മുടെ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ രീതിയിൽ ചെയ്തെടുത്ത കിച്ചണാണ്. അപ്പോൾ കിച്ചണിനകത്ത് നമ്മൾ കട്ട്ലറി ഐറ്റംസ് ആയിട്ട് ഇങ്ങനെയുള്ള ട്രേ, കുറച്ച് വൈഡ് ആയിട്ടുള്ള കുറച്ച് വീതി ആയിട്ടുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഇത് മൾട്ടിവുഡ് ചെയ്യുന്ന അതേ ഫിനിഷിംഗ് തന്നെയാണ് ഇതും വരിക. പിന്നെ അതേപോലെ പ്ലേറ്റ് യൂണിറ്റ് കാര്യങ്ങളെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഈ ഫാബ്രിക്കേഷൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ മറ്റൊരു ട്രേ ആണ് ഈ ഒരു കാണുന്നത്. ഈ ഒരു രീതിയിൽ നമുക്കെല്ലാം ഈ അലൂമിനിയം ഫാബ്രിക്കേഷനിലും ചെയ്തെടുക്കാം. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകതയല്ല, ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യാം. വെള്ളം തട്ടിയാലോ മറ്റു കാര്യങ്ങൾക്കൊന്നും വേറെ പ്രശ്നമൊന്നും പറ്റുന്നില്ല. 304 ഗ്രേഡ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ വെള്ളമോ മറ്റു കാര്യങ്ങളോ ആസിഡ് റെസിസ്റ്റൻസ് ആണ് അത്യാവശ്യം. വേറെ ഷീറ്റിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല. ഇപ്പോൾ മൾട്ടിവുഡിനകത്ത് നമ്മൾ പെയിന്റിംഗ് എല്ലാം ചെയ്യുന്നത് പെട്ടെന്ന് സ്ക്രാച്ചസ് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷെ ഇതിനങ്ങനെ സ്ക്രാച്ചസ് ഒരു പരിധി വരെ നമുക്ക് കുറയും. സ്ക്രാച്ചസ് വന്നു കഴിഞ്ഞാൽ ആ ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്ത് പുതിയ ഷീറ്റ് അവിടെ കൊടുക്കാം. സെയിം കളർ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ പെയിന്റിങ്ങിന്റെ ഇഷ്യൂ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതിന് വരുന്നില്ല. അതുപോലെ നമ്മൾ വീട്ടിൽ വെക്കുന്ന പിന്നെ മാർച്ചില് അങ്ങനെയുള്ള സാധനങ്ങൾ ഹൈഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പൊതുവെ എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും നമ്മൾ ഈ ഫാബ്രിക്കേഷൻ്റെ ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇവിടെ സ്ഥലത്തിന്റെ പരിമിതി കൊണ്ട് നമ്മൾ ഈ ഒരു സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത്. മാർച്ചില് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ സ്പേസിൽ പോകും. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം സാധനങ്ങളുണ്ടെങ്കിൽ അതിന് സൈഡിൽ വെക്കുകയും ചെയ്യും. അതുപോലെ ഇത് നമ്മളൊരു വുഡൻ പാനലിംഗ് കൊടുത്താണ്. പാനലിംഗിന്റെ ഇതും ഷീറ്റ് ഫാബ്രിക്കേഷന്റെ ഷീറ്റ്സ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ വാഷ് ബേസിൻ യൂണിറ്റിനെ ചെയ്തിരിക്കുന്ന പാനലിംഗ് ആണിത്. അപ്പോൾ പാനലിംഗിന്റെ ഈ ഒരു സൈഡിൽ നമുക്ക് DB വരുന്നുണ്ട്. DB വരുമ്പോൾ DB കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ തന്നെ ഷീറ്റ് വെച്ചിട്ട് നമ്മളൊരു കവറിംഗ് യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ DB ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ കവറായി പോയി. പിന്നെ അതുപോലെ അതിന്റെ ഒരു നല്ലൊരു മിററും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രാനൈറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഡ്രോയർ സ്പേസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള ഷീറ്റ്സ്, അതായത് കളർ ചേഞ്ച് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. ടെക്സ്ചർ മാച്ചാകുന്ന രീതിയിലുള്ള ഒരു ഷീറ്റ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തു. പിന്നെ വുഡൻ ഫിനിഷ് നമ്മളെ ക്ലയന്റിന്റെ ഒരു റിക്വയർമെന്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഇവിടെയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു ബെഡ്റൂം മാത്രമാണ് ഈ വീട്ടിനകത്തുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ 3+1 എന്നുള്ള രീതിയിൽ ഒരു വാർഡ്രോബും കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനും നമ്മൾ സെയിം നേരത്തെ പറഞ്ഞ പോലെയുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ഗ്രീൻ കളറാണ് ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബെഡ്റൂമിൽ പറയാന്ന് വെച്ചാൽ ബെഡ്റൂമിൽ വേറെ അധികം ഒന്നും ക്ലൈന്റ് എന്താ പറയുക റിക്വയർമെന്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് നമ്മൾ മുകളിൽ ഇവിടെയുള്ള ഫസ്റ്റ് ഫ്ലോറിനകത്ത് ചെയ്തിരിക്കുന്ന ഒരു വാർഡ്രോബാണ്. അപ്പോൾ ഇത് നമ്മൾ 4 ഡോർ കൊടുത്തിട്ടുണ്ട്. 4 ഡോർ ആയിട്ട് വരുന്ന വാർഡ്രോബാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പ്ലസ് ഒരു മിറർ യൂണിറ്റ്. നമ്മൾ ആ ഒരു മുറി കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഡോർ പ്ലസ് ഒരു മിറർ യൂണിറ്റ് കൊടുത്തത്. ഇത് 4 ഡോർ. അപ്പോൾ ഇതിന് നമ്മൾ സെയിം ആയിട്ട് ഇവിടെ ചെറിയൊരു ഓപ്പണിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കോസ്മെറ്റിക്സ് ഐറ്റംസ് കാര്യങ്ങളെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പണിംഗ് നമ്മൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രോയർ അവിടെ കൊടുത്തുമ്പോൾ തന്നെ ഒരു ഡ്രോയർ യൂണിറ്റും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു റൂമിന്റെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിന്റെ അകത്ത് നമ്മൾ പിന്നെ സീലിംഗ് ചെയ്തിരിക്കുന്നത് ഫുൾ ജിപ്സം സീലിംഗ് ആണ്. സീലിംഗിന്റെ അകത്ത് സിൽവർ ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ 3-in-1 ലൈറ്റ് ആണ് ബാക്കിയുള്ളത് കൊടുത്തത്. പിന്നെ പ്രൊഫൈല്. അപ്പോൾ ഇതും നമ്മൾ വരയിച്ചതാണ്. വുഡൻ ഫിനിഷിൽ വരയിച്ച് സ്ലീക്ക് കൊടുത്തിട്ട് അതിനെ മാറ്റ് ഫിനിഷിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. അതുപോലെ നമ്മൾ ഇവിടെ ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ അകത്ത് തന്നെ ഉള്ള
വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വാർഡ്രോബിന്റെ അകത്ത് നമ്മൾ ഒരു മിറർ യൂണിറ്റ് കൊടുത്തു. അപ്പോൾ മിറർ യൂണിറ്റിന്റെ ബാക്ക് സൈഡിൽ അതിന്റെ കോസ്മെറ്റിക്സ് ഐറ്റംസ് കാര്യങ്ങളെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് ക്ലയന്റിന് റിക്വയർമെന്റ് ആയിരുന്നു. അപ്പോൾ അത് ഹൈഡ് ആയിരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ കൊടുത്തത്. അപ്പോൾ ഇതാണ് അതിന്റെ മിറർ യൂണിറ്റ് വരുന്നത്. പിന്നെ അതുപോലെ സാധാരണ എല്ലാവരും കൊടുക്കുന്ന പോലെ തന്നെ ഒരു ഡ്രോയർ യൂണിറ്റ്, 2 ഡ്രോയർ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിവുഡ് ചെയ്യുന്ന സമയത്ത് ഇതിന് നല്ലൊരു എക്സ്പെൻസ് ആവും. ഡബിൾ ഹൈറ്റ് ആണ് ഇത് ഈ ഒരു വാർഡ്രോബ് വരുന്നത്. അപ്പോൾ ഈ ഡബിൾ ഹൈറ്റ് വാർഡ്രോബ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 65,000 ആണ് ഇതിന്റെ ഒരു കോസ്റ്റ് വരുന്നത്. 65,000 ഇൻക്ലൂഡിങ് നമ്മൾ ഈ മിറർ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഇൻസൈഡിലുള്ള കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം. തുറന്നു കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിവുഡ് ചെയ്തിരിക്കുന്ന അതേ ഫിനിഷിംഗ് തന്നെയാണ് വരിക. ഇൻസൈഡ് കംപ്ലീറ്റ് നമ്മൾ റാക്കാക്കി സെപ്പറേറ്റ് പാർട്ടീഷൻ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു പാർട്ടീഷൻ വേണ്ടാന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കേണ്ടത്. ഇവിടെ വേണമെങ്കിൽ ഇവിടെ നമുക്ക് പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ തന്നെ നമുക്ക് പല ഡിസൈൻസ് ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഗ്ലാസ് യൂണിറ്റ് ആക്കിയിട്ട് ഇവിടെ നമുക്ക് അങ്ങനെ കൊടുക്കാം. എന്താണോ റിക്വയർമെന്റ് അതനുസരിച്ച് നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇത്. അപ്പൊ മൾട്ടിമോഡൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ഇതിലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒഴിച്ചത് തുടക്കാം, കഴുകാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. സ്ക്രാച്ചസ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഷീറ്റ് മാത്രമായിട്ട് റീപ്ലേസ് ചെയ്ത് പുതിയ ഷീറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇതിന് കണ്ടു കഴിഞ്ഞാൽ ഇതിപ്പോ സെയിം മൾട്ടിവുഡിന്റെ അതേ ഫിനിഷിംഗ് തന്നെയാണ് നമുക്ക് ഇതിന് വരുന്നത്. അപ്പൊ കൂടുതൽ ആൾക്കാർ നമ്മൾ ചോദിക്കുന്നത് ഇതിപ്പോ കൂടുതൽ വീട്ടിൽ കൂടെ നമ്മൾ കുറെ ആൾക്കാർ നമ്മൾ ചോദിച്ചത് മൾട്ടിവുഡ് അല്ലേ, പുറമേന്ന് കാണുമ്പോൾ അങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടായത്. പക്ഷേ ഇത് മൾട്ടിവുഡ് അല്ല എന്നുള്ളത് നമ്മൾ ഇൻസൈഡ് തുറന്ന് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് മാത്രമാണ് അവർക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അത്രയും ഫിറ്റ് ആൻഡ് ഫിനിഷിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിന് മുകളിൽ നമ്മൾ ഈ വീടിന്റെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് സെയിം ജിപ്സം സീലിംഗിന്റെ നമ്മൾ താഴെ കാണിച്ച അതേപോലെ തന്നെയുള്ള വുഡന്റെ ഫിനിഷിൽ നമ്മൾ വരയിച്ചെടുത്തതാണ്. അതിന് സ്ലീക്ക് പെയിന്റും കൂടി അടിച്ച് ഒന്ന് മാറ്റ് ഫിനിഷിലേക്ക് നമ്മളത് കൺവേർട്ട് ചെയ്തു. പിന്നെ ലൈറ്റ് കാര്യങ്ങളെല്ലാം ആ ഒരു ക്ലയന്റിന്റെ ഡിസൈൻ അനുസരിച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്.